ദേശീയ തലത്തിൽ ചില നടുക്കുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ ഉറക്കം കെടുത്തുന്ന അല്ലെങ്കിൽ RSSന്റെ തന്നെ സ്വപ്നങ്ങളെ തകർക്കുന്ന ഒരു വലിയ റിസൾട്ടുകളാണ് ദേശീയ തലത്തിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇതൊരിക്കലും അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ 3 ഘട്ടമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഇടങ്ങളിൽ നിന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ സർവേ ഏജൻസികൾ അതാത് ചാനലുകൾക്ക് കൈമാറും. ദേശീയ മാധ്യമങ്ങളിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ ചാനലുകൾക്കും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ കൈമാറും. എപ്പോഴാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരിക? കോടതിയുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഒക്കെ ഉത്തരവ് പ്രകാരം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടേണ്ടത് എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ്. അതായത് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് 1-2 ദിവസം മുൻപായിരിക്കും ഈ എക്സിറ്റ് പോൾ ഫലം പുറത്തു വരിക. അപ്പോൾ വലിയൊരു മാറ്റം ദേശീയ മാധ്യമങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ ദ ഹിന്ദു നടത്തിയിട്ടുള്ള ഒരു സർവേ ഉണ്ട്. ഈ സർവേയിൽ വളരെ ക്ലിയർ കട്ടായിട്ട് ആ സർവേ പറയുന്നുണ്ട്, രാജ്യത്ത് മോദി തരംഗമില്ല എന്ന് പച്ചക്ക് പറയുന്നുണ്ട്. ആ സർവേ വെറുതെ പറയുന്നൊന്നുമല്ല, പച്ചക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ദ ഹിന്ദു നടത്തിയിട്ടുള്ള ഒരു സർവേയാണ്. ആ സർവേയിൽ വളരെ ക്ലിയർ ആയിട്ട് ദ ഹിന്ദു പറയുന്നുണ്ട് രാജ്യത്ത് മോദി തരംഗമില്ല എന്ന്. രാജ്യത്ത് മോദിയുടെ ജനപ്രീതിയിലൊക്കെ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ രാജ്യത്ത് ഒരു കോണിലും നരേന്ദ്രമോദി തരംഗമില്ല എന്ന്. അതായത് BJPക്ക് ജയിച്ചു കയറാൻ പറ്റുന്ന ഒരു വഴിയും നിലവിലില്ല എന്ന്. മറിച്ചൊരു ടൈറ്റ് ഫൈറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് വലിയ മാർജിനിൽ ജയിച്ചിട്ടുള്ള BJPയും രാജ്യത്തെ ഇന്ത്യ മുന്നണിയും NDAയും ഇന്ത്യ മുന്നണിയും തമ്മിൽ ഒരു വലിയ ടൈറ്റ് ഫൈറ്റ് ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യത്തെ പ്രമുഖ ചാനലുകൾ ABP, അതുപോലെ തന്നെ ആജ് തക്ക്, സീ ന്യൂസ്. ഈ ആജ് തക്ക് എന്ന് പറയുന്ന ചാനൽ നമുക്കറിയാവുന്നതാണ്. കാലങ്ങളായിട്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മോദി സ്തുതി പാടലല്ലാതെ വേറെ ഒരു പരിപാടിയും ചെയ്യാത്തൊരു ചാനലാണ് ആജ് തക്ക്. വേറെ ഒരു പരിപാടി അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതേ ആജ് തക്ക് ഫാക്ട് ചെക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗം, നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ഈ അടുത്ത് നടത്തിയിട്ടുള്ള പച്ചയായ വിദ്വേഷ പ്രസംഗം, ആ വിദ്വേഷ പ്രസംഗം ശരിയല്ല എന്നും അതിൻ്റെ യഥാർത്ഥ വസ്തുത ഇങ്ങനെയാണ് എന്നും നരേന്ദ്രമോദിയുടെ ഭാഗത്താണ് പിഴവുള്ളത് എന്നുള്ളതാണ് ആജ് തക്ക് നടത്തിയിട്ടുള്ള ഫാക്ട് ചെക്ക്. ഈ ഫാക്ട് ചെക്ക് നടത്തിയ ആളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് സുധീർ ചൗധരിയാണ്. ആരാണ് സുധീർ ചൗധരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ ഓശാന പാടിക്കൊണ്ടുണ്ടായിരുന്ന ഒരാളാണ്. അതായത് ഗോഡി മീഡിയ എന്ന് പറയുമ്പോൾ ആ ഗോഡി മീഡിയയുടെ തലതൊട്ടപ്പനാണ് ഈ പറയപ്പെടുന്ന നമ്മുടെ സുധീർ ചൗധരി. ഇതുകൂടാതെ ABP, ഇതിൽ ഈ അടുത്ത കാലത്തൊക്കെ ABP സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ എന്താണ്? ABP പക്ക സംഘപരിവാർ അനുകൂല മാധ്യമമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ചാനലാണ്. ആ ABP ഒക്കെ നിലവിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിക്കും ഒക്കെ നൽകുന്ന പ്രാധാന്യം കണ്ടു കഴിഞ്ഞാൽ ഇന്നോളം അവർ നൽകാത്ത കാഴ്ചയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം? ഇതിലെടുത്തു പറയേണ്ട മാറ്റം സീ ന്യൂസിൻ്റെയാണ്. സുഭാഷ് ചന്ദ്ര, സീ ന്യൂസിന്റെ പുതിയ ഉടമയാണ് സുഭാഷ് ചന്ദ്ര. അല്ല, പുതിയ ഉടമയല്ല, സീ ന്യൂസിന്റെ മേധാവിയാണ് സുഭാഷ് ചന്ദ്ര. ഈ സുഭാഷ് ചന്ദ്രയുടെ നിലപാടിൽ ഒരുപാട് മാറ്റം ഉണ്ടായിരിക്കുകയാണ്. അതായത് സംഘപരിവാറിനെ BJPയെ അനുകൂലിക്കുകയും BJPയെ കൂടെ നിർത്തുകയും ഒക്കെ ചെയ്തിരുന്ന പ്രമുഖരായിട്ടുള്ള എല്ലാ അവതാരകന്മാരെയും സീ ന്യൂസിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ഇതൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ തത്സമയ ടെലികാസ്റ്റ് അത് കൊടുക്കേണ്ടതില്ല എന്നാണ്. തത്സമയ സംപ്രേഷണം വേണ്ട, അവരുടെ വാർത്ത എല്ലാവരുടേതും പോലെ ഇത് കൊടുത്താൽ മതി എന്നുള്ളതാണ് സീ ന്യൂസ് തലവന്റെ പുതിയ മുന്നറിയിപ്പ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്താണ് ഇതിനകത്തേക്ക് വന്നത്? ഇത് സംഭവിക്കാനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ 3ാം ഘട്ട 3 ഫേസ് ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ 3 ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവരുടെ അരികിൽ ഒരു ഡാറ്റ ലഭിക്കും.
ഏകദേശം ശരിയാകാൻ സാധ്യതയുള്ള ഒരു ഡാറ്റയാണ്. ആ ഡാറ്റ ഇവരുടെ കയ്യിലെത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. ആ ഡാറ്റയിൽ ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും മുൻതൂക്കം ഇവർ കണ്ടു കാണും എന്നുള്ളതാണ്. കാരണം ഇനി അങ്ങോട്ട് BJPയുടെ കൂടെ നിന്നിട്ടോ, മോദിയുടെ കൂടെ നിന്നിട്ടോ, അമിത്ഷായുടെ കൂടെ നിന്നിട്ടോ, RSSനെ കുഴലൂത്ത് നടത്തിയിട്ടോ, സംഘപരിവാറിന്റെ കൂടെ ഓടിയിട്ടോ കാര്യമില്ല എന്നുള്ളതാണ്. ഈ അടുത്ത് കോൺഗ്രസിനെതിരെ ഒരു ക്യാമ്പസിൽ നടന്നിട്ടുള്ള ഒരു സമരം, തികച്ചും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിട്ട് കോൺഗ്രസിനെതിരെ നടന്ന ഒരു ക്യാമ്പസ് സമരവുമായി ബന്ധപ്പെട്ട് ആ സമരം ഒരു ഗൂഢാലോചനയാണ്, അതൊരിക്കലും ശരിയല്ല എന്നുള്ള വ്യക്തമായ വാർത്ത കൊടുക്കുകയാണ് ആദ്യത്തേക്ക് കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ട്. സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേ വരെ കാണാത്ത ഈ കാഴ്ചകൾ, ഇങ്ങനെ ഒരു വലിയ മനമാറ്റം ഇതെവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ്. ഒന്നാമത്തെ വിഷയം, രാജ്യത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ മോദി തരംഗമില്ല. 2014 മോദി തരംഗം ഉണ്ടായിട്ടുണ്ട്, 2019 മോദി തരംഗം ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ അംഗീകരിക്കാം. പക്ഷെ 2024 രാജ്യം കടന്നു പോകുമ്പോൾ, തിരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുമ്പോൾ മോദി തരംഗമില്ല എന്ന് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ മീഡിയ ചാനലുകളുടെ മാറ്റവും ഒപ്പം രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പ് സമയത്തെ പോളിംഗ് ശതമാനത്തിൻ്റെ കുറവ്. ഇത് വലിയ രീതിയിലുള്ള ഒരു ഇഷ്യൂ ആണ്. നോക്കൂ, നരേന്ദ്രമോദിയുടെ തട്ടകത്തിലടക്കം പോളിംഗ് ശതമാനം കുറയുന്നത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പോളിംഗ് ശതമാനത്തിൻ്റെ കുറവ് BJPയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങൾ, കാര്യങ്ങൾ എല്ലാം പരിശോധിച്ചാൽ മതി. അദാനിയെയും അംബാനിയെയും ഒക്കെ കുരുക്കിടുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം നരേന്ദ്രമോദി നടത്തുമ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഗോഡി മീഡിയയുടെ ഈ ഒരു പിന്നോട്ട് പോക്ക് തീർച്ചയായും അവരെന്തോ മുന്നിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തായാലും 3ാം ഘട്ട തിരഞ്ഞെടുപ്പേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും തിരഞ്ഞെടുപ്പുകളുണ്ട്. ഈ തിരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് വരേണ്ടത് ചൂടേറിയ എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എത്രമാത്രം വിശ്വസനീയമാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തെ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പരിപൂർണമായിട്ട് ശരിയായിട്ടുണ്ട്, ഒരു 90% ശരിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നമുക്ക് തള്ളിക്കളയാനാവില്ല. അപ്പോൾ ആ റിപ്പോർട്ടുകൾ കൈവശം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു മുൻവിധിയോട് കൂടിയിട്ടുള്ള നീക്കമാണോ ഈ ഗോഡി മീഡിയയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? അതല്ല എങ്കിൽ ഇതിനൊക്കെ അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും നരേന്ദ്രമോദി സർക്കാർ വരുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടത്. എന്തായാലും നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊന്നും മോദിക്കോ അല്ലെങ്കിൽ മോദിയുടെ ഭരണകൂടത്തിനോ അത്രമേൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യമല്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക്.